നമസ്കാരം. നിയമസഭയിൽ ഇന്നലെ ബജറ്റ് ചർച്ചകൾക്കുള്ള മറുപടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ നേർക്കുനേർ നടന്ന ആ രൂക്ഷമായ വാഗ്വാദം കണ്ടവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. സത്യങ്ങൾ മുഖത്തു നോക്കി വിളിച്ചു പറയുമ്പോൾ ചിലരുടെയൊക്കെ നിയന്ത്രണം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നതെന്ന്. കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി തർക്കങ്ങളെക്കുറിച്ച് LDF, BJP MLA-മാർ സഭയിൽ പരിഹസിച്ചപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അതിന് കൃത്യമായ ചിരിയോടെ മറുപടി നൽകി. കോൺഗ്രസ് പിളരുമെന്ന് പറഞ്ഞ 3 പേര് മാത്രമുള്ള BJP MLA BB ഗോപകുമാറിനോട് നിങ്ങൾ 3 പേരും ആദ്യം ഒരുമിച്ചിരിക്കാൻ നോക്കെന്ന് സതീശൻ തിരിച്ചടിച്ചു. അതിനുശേഷമാണ് സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ ബെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയത്. താൻ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ പാർട്ടിയിൽ ആരും ചോദ്യം ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും സ്വന്തം അണികളും നേതാക്കളും ചോദ്യം ചെയ്യുകയാണെന്ന് സതീശൻ പറഞ്ഞതോടെ പിണറായി വിജയന്റെ സകല നിയന്ത്രണവും പോയി. എഴുന്നേറ്റ് നിന്ന് അതീവ രോക്ഷത്തോടെ അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ്, നിങ്ങളൊക്കെ പിന്താങ്ങുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ കൊത്തിക്കീറി നടക്കുകയായിരുന്നു, അത് കേട്ട് CPM തകരുമെന്ന് വിചാരിക്കേണ്ട എന്ന് പിണറായി വിജയൻ തിരിച്ചടിച്ചെങ്കിലും ആ മുഖത്തെ ഭയം കേരളം മുഴുവൻ കണ്ടതാണ്. അല്ല, ഇതിലിപ്പോൾ പിണറായി വിജയനെതിരെ സ്വന്തം പാർട്ടിയിലെ അണികളും നേതാക്കളും തിരിഞ്ഞിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം താങ്കൾക്ക് നന്നായി അറിയാം. അത് സഭയിൽ മുഖ്യമന്ത്രി പരസ്യമായി വിളിച്ചു പറഞ്ഞപ്പോൾ താങ്കൾക്ക് സഹിച്ചില്ല. കാരണം ഈ സ്ഥാനം കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ താങ്കളുടെ കാര്യം അതീവ കഷ്ടത്തിലാകും. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ അധികാരമില്ലെങ്കിൽ പിന്നെ വെറും പിണമാകുമെന്ന് താങ്കൾക്ക് നന്നായി അറിയാം. തല മണ്ണിൽ പൂഴ്ത്തിവെച്ചാൽ ലോകം മുഴുവൻ ഇരുട്ടാകുമെന്ന് ധരിക്കുന്ന ഒട്ടകപക്ഷികളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? താങ്കൾ ഈ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ കൈരളിയും ദേശാഭിമാനിയും പിന്നെ പുതിയ ക്യാപ്സ്യൂൾ ഫാക്ടറികളായ ചില ചാനലുകളും ഒഴിവാക്കി ബാക്കിയുള്ള സകല മാധ്യമങ്ങളെയുമാണ് ഉദ്ദേശിച്ചത്. രാവിലെ മുതൽ വൈകിട്ട് വരെ നുണക്കഥകൾ വെച്ചു വിളമ്പുന്ന കമ്മ്യൂണിസ്റ്റ് മാധ്യമങ്ങളുടെ നിഷ്പക്ഷത പൊതുജനങ്ങൾക്ക് നന്നായി അറിയാം. കൈരളിയും ദേശാഭിമാനിയും ജനപക്ഷത്തു നിന്ന് മാത്രം സത്യം പറയുകയും ബാക്കിയുള്ള മാധ്യമങ്ങൾ സിൻഡിക്കേറ്റ് ആണെന്നും പറയുന്ന ഈ ഇരവാദം ഇനി കേരളത്തിൽ വിലപ്പോകില്ല. നിങ്ങളുടെ ഈ മാധ്യമ സിൻഡിക്കേറ്റ് തള്ളുകളേക്കാൾ വലിയ കോടതിയാണ് ജനങ്ങൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അവർ തെളിയിച്ചതുമാണ്. ഇനി ഇടതുപക്ഷ ക്യാപ്സ്യൂളുകൾ പറയുന്ന മറ്റൊരു തമാശ കൂടി കേൾക്കണം. പാർട്ടി അച്ചടക്കവും സംഘടനാ തത്വങ്ങളുമാണ് ഇവർക്ക് വലുതുപോലും. ഫണ്ട് വെട്ടിപ്പ് ചോദ്യം ചെയ്ത പയ്യന്നൂരിലെ V. കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ മാസ്റ്റർ, അമ്പലപ്പുഴയിലെ G. സുധാകരൻ എന്നിവർക്കെതിരെ പാർട്ടി എടുത്ത പ്രതികാര നടപടികളൊക്കെ സംഘടനയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയായിരുന്നത്രേ. ബോധമുള്ളവരെയല്ലേ തിരുത്താനാവൂ. താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞ് നടക്കുന്നവരോട് എന്തു പറയാനാണ്? ഇലക്ഷനിൽ ജയിച്ച ആകെ 3 പേരുടെ വിജയം മാത്രം എടുത്താൽ മതി ഇവരുടെ അഹങ്കാരം മനസ്സിലാക്കാൻ. പയ്യന്നൂരും തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും അങ്ങനെ ആരും സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് ജയിച്ചിട്ടില്ലെന്നും ആ 3 പേരും പാർട്ടി സഖാക്കൾ ആയതുകൊണ്ട് പാർട്ടി തന്നെയാണ് അവിടെ ജയിപ്പിച്ചതെന്നും പറഞ്ഞു നടക്കുന്ന ഒരു ഗണമുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവും അതേ ഗണത്തിലാണ് പെടുന്നത്. ആരെന്ത് പറഞ്ഞാലും പിണറായി വിജയൻ വരച്ച വരയ്ക്കപ്പുറം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും പോകില്ലെന്നും പാർട്ടി ഇന്നും ക്യാപ്റ്റന്റെ കാൽ കീഴിലാണെന്നുമുള്ള അഹങ്കാരമാണ് ഈ ഒരു പ്രസ്താവനയ്ക്ക് പിന്നിൽ. പക്ഷേ പതിറ്റാണ്ടുകളോളം കോൺഗ്രസിനും UDF-നുമെതിരെ പ്രത്യയശാസ്ത്രപരമായി പോരാടിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പെട്ടെന്ന് തോറ്റപ്പോൾ അതേ UDF-ന്റെ വോട്ടും പിന്തുണയും വാങ്ങി നിലനിൽക്കാൻ നോക്കുന്നത് ഇവരുടെ എന്ത് തരം രാഷ്ട്രീയ അവസരവാദമാണ്? മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതിന് നൽകിയ മറുപടി പിണറായി വിജയനെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥതപ്പെടുത്തിയത്. നിങ്ങളുടെ പാർട്ടിയിൽ എല്ലാം നന്നായി പോകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ. ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ MLA-മാർ സംസാരിച്ചപ്പോൾ താൻ ചിരിച്ചുകൊണ്ടാണ് കേട്ടിരുന്നത്. തിരിച്ചും മറുപടി കിട്ടും, അത്രയുള്ളൂ എന്ന് സതീശൻ പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന് മിണ്ടാട്ടമില്ലാതായി. ഇടതുപക്ഷ ഭരണത്തിലില്ലാത്ത ഈ ഒരു സാഹചര്യത്തിലും ജനകീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നുവെന്ന് പറയുന്ന പ്രതിപക്ഷം ഇപ്പോഴും പഴയ തെരഞ്ഞെടുപ്പ് കണക്കുകളുമായി വാശി പിടിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നിങ്ങൾ ആദ്യം ബോധം കാണിക്കേണ്ടത്. നല്ല കാര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കുകയും തെറ്റായ ദിശയിലുള്ള പോക്കിനെ ക്രിയാത്മകമായി തിരുത്തുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷത്തെ മാത്രമേ അടുത്ത തവണയെങ്കിലും ജനങ്ങൾ പരിഗണിക്കൂ. അതിന് തയ്യാറാകാതെ ബോധപൂർവമുള്ള നശീകരണ പ്രക്രിയയുമായി മുന്നോട്ട് പോയാൽ ഈ 35 സീറ്റും കൂടി അടുത്ത തവണ കൈവിട്ടു പോകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.